എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വചനത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മൾക്കതിൻ്റെ മറുപടി തരുവാനായിട്ട് എപ്പോഴും, എന്ന് വെച്ചാൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കത് വിടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കത് നല്ലതിനാണ് എങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പിന്നെ ഈ ഉത്തരം നമ്മളുടെ കരത്തിൽ എത്താതെ ഇരിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ ദൈവത്തിൻ്റെ ആ ഒരു വിടുതൽ അല്ലെങ്കിൽ ആ ഒരു മറുപടി നമ്മളുടെ കരത്തിൽ ലഭിക്കത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്, ദൈവം അയക്കുമ്പോൾ അതിനെ തടയുവാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ നിൽക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ നമ്മളുടെ കരത്തിൽ എത്താതെ തടയുന്ന ഒരു പൈശാചിക മണ്ഡലം എതിരെ രൂപപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പൈശാചിക മണ്ഡലത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ വ്യക്തികളോ ശക്തികളോ ആകട്ടെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ട നന്മകൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനയുടെ മറുപടികളും, നമ്മൾക്ക് ലഭിക്കേണ്ട നീതി, ന്യായം, ഇതെല്ലാം മറിച്ചു കളയുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾക്കവിടെ പരിചയമായിട്ട് എഴുന്നേൽക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും അത് തിരിച്ചറിയുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? പലപ്പോഴും നിരാശപ്പെടും അല്ലേ? ദൈവമേ, എന്താണ് എനിക്കിങ്ങനെ? എല്ലാത്തിനും തടസ്സമാണല്ലോ, സകല കാര്യങ്ങൾക്കും തടസ്സമാണല്ലോ, ഞാനിത് എത്രയുണ്ട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഈ വിഷയം ലഭിക്കുന്നില്ലല്ലോ, എന്താണിത് എന്നൊക്കെ നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കും അല്ലേ? അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്തോട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്കറിയാം, ദാനിയേൽ ദൈവത്തിൻ്റെ മുൻപിൽ ചില മറുപടികൾക്ക് വേണ്ടിയിട്ടിരുന്നു അല്ലേ? 21 days ഇരുന്നു. അന്നേരം അവിടെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്കിടെ ആരംഭത്തിൽ തന്നെ, എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെച്ച ആരംഭത്തിൽ തന്നെ മറുപടി വന്നതാ. പക്ഷെ അതാര് തടഞ്ഞു? പൈശാചിക മണ്ഡലം അത് തടഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മളതിനകത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന, നമ്മളുടെ നന്മകളെ തടയുന്ന, അനുഗ്രഹങ്ങളെ തടയുന്ന, വിടുതലുകളെ തടയുന്ന ഒരു പൈശാചിക മണ്ഡലം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുവാനല്ല, അതിനെ ജയിക്കുവാനുള്ള ഒരു ആയുധം ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധം അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനം എന്താണ്? അത് ദൈവമാണ് അല്ലേ? അതുകൂടാതെ അത് വാളാണ്, ഇരുവായുത്തലയുള്ള മൂർച്ചയുള്ള വാളാണ്. അപ്പോൾ ഈ വചനം ഏതൊക്കെ വിധത്തിൽ ക്രിയ ചെയ്യണമോ ആ വിധത്തിൽ അതിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ രോഗസൗഖ്യം വേണ്ടിയെടുത്ത് രോഗസൗഖ്യം, വിടുതൽ വേണ്ടിയെടുത്ത് വിടുതൽ, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ വേണ്ടിയെടുത്ത് അനുഗ്രഹങ്ങൾ, ശത്രുവിനെ വെട്ടേണ്ടടുത്ത് വാളായിട്ട്, അങ്ങനെ ഏതു വിധത്തിൽ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ മുൻപിൽ അസാധ്യങ്ങളായി നിൽക്കുന്ന പലതും വഴിമാറി സാധ്യമാക്കി തീർത്തു തരുന്ന ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഏത് വചനമാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ അതിൻ്റെ സഭാപ്രസംഗി 5:8. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ നീതിയും ന്യായവും മറിച്ചു കളയുക. അത് ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, വേൾഡിലെ ലോയിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മളിപ്പം ഒഫീഷ്യൽസിനെ സമീപിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള മറുപടി ലഭിക്കണമെന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലേ? ഇപ്പോൾ നമ്മൾ നീതിക്കായിട്ട് പോലീസ് സ്റ്റേഷനുകളിലോ കോടതികളിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് നീതി ലഭിക്കണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് നീതി ലഭിക്കണമെന്നില്ല. എന്താവശ്യത്തിനും സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ പിടിപാട് വേണം, അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എറിയാൻ പൈസ ഉണ്ടാകണം അല്ലേ? ഇത് രണ്ടുമില്ലാത്ത മനുഷ്യർക്ക് എന്താണ്? നീതി നിഷേധം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പീഡ മുഴുവൻ ആർക്കാ വരുന്നത്? ദരിദ്രർക്കാണ് വരുന്നത് അല്ലേ? അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അവർക്ക് എന്തില്ല? അവർക്ക് പൈസ ഇല്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നേരിടുന്നത് ആരാ? പാവപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് ആത്മീയ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ആത്മീയത്തിൽ നിൽക്കുന്നവർക്കെതിരെ അവർക്ക് എന്താണ്? അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വിരോധമായിട്ട് ശത്രുവായവൻ എഴുന്നേൽക്കും. വ്യക്തികളിലൂടെ വ്യക്തികളിലൂടെ പൈശാചിക മണ്ഡലം ക്രിയ ചെയ്ത് വ്യക്തികൾ നമ്മൾക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് നമ്മുടെ നീതിയും ന്യായവും മറിച്ചു കളയും. നമ്മൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും വിടുതലുകളും ഒന്നും നമ്മൾക്ക് ലഭിക്കാതെ വരുന്ന സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം നമ്മൾക്ക് തരുന്ന ഉറപ്പ് എന്താണ്? അത് അവസാനമല്ല എന്ന് വെച്ചാൽ നമ്മളവിടെ നിരാശപ്പെട്ട് നിന്നാൽ നമ്മൾ തോറ്റുപോകും. നമ്മളവിടെ നിരാശപ്പെടരുത്. പകരം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉന്നതന് മീതെ ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. അപ്പോൾ ഈ അത്യുന്നതനായ ദൈവം എന്താണ്?
മിണ്ടാതെ ഇരിക്കത്തില്ല അല്ലേ? ഇനിയിപ്പോൾ താഴെയുള്ള ഓഫീസേഴ്സ് ആണെങ്കിൽ അവരുടെ പൊക്കത്തിലൊരു ഓഫീസറുണ്ട്. ഇനി അദ്ദേഹവും നീതിരഹിതനാണ് എങ്കിൽ എന്താണ്? ഉന്നതന് മീതെ ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്ന അത്യുന്നതനായ ഒരു ദൈവം മുകളിലുണ്ട്. ആ ദൈവത്തെ കബളിപ്പിക്കാൻ ഒരു ഓഫീസേഴ്സിനും പറ്റത്തില്ല, ഒരു പണത്തിനും പറ്റത്തില്ല, ഒരു പദവിക്കും പറ്റത്തില്ല, ഒരു രാഷ്ട്രീയക്കാർക്കും പറ്റത്തില്ല അല്ലേ? ആ ദൈവം ഏതിൻ്റെ കൂടത്തിലേ നിൽക്കത്തുള്ളൂ? ആ ദൈവം ഈ നീതി നിഷേധിക്കപ്പെട്ട ദരിദ്രൻ്റെ കൂടത്തിലേ നിൽക്കത്തുള്ളൂ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഈ ദൈവത്തെ ആരാധിച്ച് ഇന്ന് ഞാനൊരു പാസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയായിരുന്നു. അപ്പോൾ ആ പാസ്റ്ററിൻ്റെ മകളുടെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ 2 മക്കളും ഡോക്ടേഴ്സാണ്. അപ്പോൾ പണ്ട് തൊട്ടേ അറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ദൈവം ഞാൻ പറഞ്ഞു, അയ്യോ പാസ്റ്ററിനെ ദൈവം മാനിച്ചല്ലോ, 2 മക്കൾ ഇപ്പോൾ ഡോക്ടർമാരുടെ അപ്പനായല്ലോ, ഇനി മക്കൾക്ക് പറയാൻ എന്താണ്, എൻ്റെ അപ്പൻ പാസ്റ്ററാണെന്ന് പറയാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവി അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം കൊടുത്തു, ദൈവം മാനിച്ചു അവരെ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു, ഞാൻ കടന്നു വന്ന വഴികളൊക്കെ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്ര കഷ്ടത്തിലൂടെയാണ് നീ കടന്നു പോയതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അതിൻ്റെ നടുവിലും ദൈവം നിന്നെ നിർത്തിയല്ലോ എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുവാനായിട്ടിടയായി. അപ്പോൾ ഞാനതിങ്ങനെ ഓർത്ത്, ഞാൻ ആ വാക്കൊക്കെ ഇങ്ങനെ ഓർത്ത്, കറക്റ്റ് അല്ലേ? നമ്മൾക്ക് ഈ ദൈവം ഉള്ളത് കൊണ്ടല്ലേ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു നാമം ഉള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് ആരാധിക്കാൻ ഒരു ദൈവവും, നമ്മൾക്ക് വിളിച്ചപേക്ഷിക്കാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവും, നമ്മളുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരു ദൈവവും, നമ്മളുടെ ന്യായാധിപതിയായ ദൈവമായിട്ട്, നമ്മളുടെ അപ്പനായിട്ടൊക്കെ നമ്മൾക്കൊരു ദൈവം ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ നമ്മളെയൊക്കെ ചതച്ചരച്ച് കളയുമായിരുന്നു അല്ലേ? പൈശാചിക മണ്ഡലവും വ്യക്തികളും ഒക്കെ എടുത്ത് എപ്പോഴേ നമ്മളെ അമ്മാനമാടി ചതച്ചരച്ച് നമ്മളെ തീർത്ത് കളയുമായിരുന്നു അല്ല? ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വാസത്തോടെ ഇരിക്കുന്നതിൻ്റെ പിന്നിലത്തെ കാരണം എന്താണ്? ഈ ദൈവം നമ്മൾക്കുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇന്ന് എല്ലാവർക്കും മടിയല്ലേ? ഒരിടയ്ക്ക് ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഓ എൻ്റെ ദൈവമേ, മറ്റുള്ളവർ നമ്മളെ ക്രിസ്ത്യാനിയാണെന്നൊക്കെ മനസ്സിലാക്കി കളയുമല്ലോ, അപ്പോൾ ഇതൊന്നും ആരെയും അറിയിക്കാതെ ഇങ്ങനെ നടക്കുന്നതല്ലേ ഇതിലും ഭേദമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്കത് ദൈവം പഠിപ്പിച്ചു തന്നു, അതല്ല, ഈ ദൈവം ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊരു ക്രിസ്ത്യാനിയാണെന്നോ ഒരു ബന്ധുക്രിസ്തുകാരനാണെന്നോ അല്ലെങ്കിൽ ഒരു ബ്രദറൻകാരനാണെന്നോ എന്താണെങ്കിലും നമ്മൾക്ക് പറയുന്നതിന് എന്താണ്, യാതൊരു മടിയും വേണ്ട. പക്ഷേ എന്തുണ്ടാകണം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനായിരിക്കണം നീ. എങ്കിലേ നിൻ്റെ ക്രിസ്ത്യാനിറ്റിക്ക് എന്തുള്ളൂ? വിലയുള്ളൂ കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ട് ചെയ്തിട്ട് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ആളാണെങ്കിൽ, ആ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടത്തില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മളുടെ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, ഇന്ന് നമ്മൾ ജയിച്ചു നിൽക്കുന്നതിൻ്റെ പിന്നിലത്തെ കരം ആരുടേതാ? ദൈവത്തിൻ്റെതാകട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് സ്വസ്ഥമായിട്ട്, അതുകൊണ്ട് നമ്മൾക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവരോട് പറയാം, അതെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ജീസസിൻ്റെ ഫോളോവറാണ്, അല്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന മകനാ മകളാ എന്ന് നമ്മൾക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അല്ലേ, ചെറിയ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമ്മളുടെ കരത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതാണ്. അത് നമ്മൾ അറിയാറില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ അറിയിക്കാറില്ല. കാരണം മക്കളാ അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കുക, നമ്മുടെ വീട്ടിലെ അപ്പൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ കാര്യം ഓർത്ത് നോക്കിക്കും. നമ്മൾ ചെന്ന് പറയുകയാണ്, ഒരു ആവശ്യം പറയുകയാണ്, എനിക്ക് ഇത് മേടിച്ച് തരണം, അല്ലെങ്കിൽ എനിക്കൊരു ഉടുപ്പ് മേടിച്ച് തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്കൂളിൽ ഫീസ് കൊടുക്കണം, എനിക്ക് അതിന് വേണം ഇതിന് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൈസ ചോദിക്കും അല്ലേ? ഒരിക്കലും അവരെന്താണ്, അനാവശ്യ കാര്യത്തിനാണെങ്കിൽ മാത്രമേ അവരവരുടെ അവസ്ഥ നമ്മളുടെ അടുത്ത് പറയത്തുള്ളൂ. അല്ല എങ്കിൽ ആവശ്യത്തിനാണെങ്കിൽ അവരൊരിക്കലും അവരുടെ അവസ്ഥ നമ്മളോട് പറയത്തില്ല. കുഞ്ഞാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കഷ്ടത്തിലൂടെയാണ് പോകുന്നത്, പൈസ ഇല്ല എന്ന് ഒരിക്കലും പറയത്തില്ല. അവർ എങ്ങനെയെങ്കിലും അയൽവക്കത്ത് നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും ലോൺ എടുത്താണെങ്കിലും നമ്മൾക്ക് ആവശ്യം നിറവേറ്റിത്തരും. അതിൻ്റെ പിന്നിൽ അവർ ഓടിയ ചരിത്രം ഒരിക്കലും അവർ നമ്മളോട്, നല്ലൊരു അപ്പനും അമ്മയാണെങ്കിൽ അവർ പറയത്തില്ല. എന്താണ്? അവർ പകരം നമ്മൾക്ക് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആ പൈസ നമ്മളുടെ കരത്തിൽ കൊണ്ടുതരും, അല്ലെങ്കിൽ നമ്മളുടെ ആ കാര്യം സാധിപ്പിച്ചു തരും. അതിൻ്റെ പിന്നിൽ അവരെത്ര വില മുടക്കിയെന്ന് അവർ പറയത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ദൈവവും കേട്ടോ. നമ്മുടെ ദൈവം അതിൻ്റെ നമ്മൾക്കൊരു നന്മ തരുവാനായിട്ട്, ചിലപ്പോൾ നമ്മളുടെ ഫോൾട്ട് കൊണ്ടായിരിക്കും നമ്മൾക്ക് ആ നന്മ ലഭിക്കാൻ ലേറ്റ് ആകുന്നത്. അതിൻ്റെ ആ ഒരു പിന്നിൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ശക്തമായ പ്രവൃത്തി ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് വരത്തില്ല. നമ്മൾക്ക് ആരും നന്മ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത് ഈസിയാണ്,
വലിയ ഈസി ആയിട്ട് നമ്മളുടെ കരത്തിൽ കിട്ടിയതാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകും. ചിലപ്പോൾ പൈശാചിക മണ്ഡലത്തോട് ദൂതന്മാരെ ഇറക്കി ദൈവം പടവെട്ടിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് തരുന്നത്. നമ്മൾക്കറിഞ്ഞുകൂടാ ആത്മീയ മണ്ഡലത്തിലെ കളികൾ, നമ്മൾക്കറിഞ്ഞുകൂടാ അല്ലേ? നമ്മൾക്കറിയുന്നത് എന്താ? നമ്മൾക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതേ നമ്മൾക്കറിയത്തുള്ളൂ. നമ്മൾ അതറിഞ്ഞാൽ മതി. പക്ഷേ ആത്മീയ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കുറച്ചൊക്കെ. ഇല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് തരുന്ന അനുഗ്രഹത്തിന് വിലയില്ലാണ്ടായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവം നമ്മളെ ചുമ്മാ വിടുന്ന ദൈവമല്ല. നമ്മൾക്ക് നീതിയും ന്യായവും നടത്തി തരുന്ന ദൈവമാണ് കേട്ടോ. നമ്മൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വചനം പറയുക. നമ്മൾക്ക് നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അനുഗ്രഹങ്ങളും വിടുതലുകളും നന്മകളും ഒക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ വചനം പറഞ്ഞ് നമ്മളങ്ങ് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇനിയിപ്പോൾ അത് മുഴുവൻ പറയണമെന്നില്ല, ഈ ഒരു വചനം പറഞ്ഞാലും മതി. നമ്മളുടെ വിഷയത്തെ നോക്കി പറയുക. ഉന്നതനുമീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഏതാണ് വചനം? സഭാപ്രസംഗി 5:8. അത് മുഴുവൻ പറഞ്ഞാലും കുഴപ്പമില്ല. ഓരോ സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നത് നീതി ന്യായവും എടുത്തു കളയുന്നത് കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. അതല്ല എങ്കിൽ നമ്മുടെ വിഷയങ്ങളെ നോക്കി പറയുക. ഈ വിഷയത്തിന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. ആ വചനം നമ്മൾ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോളുക. ഇത് നമ്മൾ വിശ്വാസത്തോടെ പറഞ്ഞു കഴിയുമ്പോൾ ഏത് അസാധ്യമായ കാര്യങ്ങളും ദൈവം നമ്മൾക്ക് സാധിപ്പിച്ച് തരുവാനായിട്ടിടയാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുക, വിടുതൽ ഏറ്റെടുക്കുക. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളുടെ ആയുധം എന്ന് പറയുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.